പ്രേക്ഷകരെ ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റർ. നമ്മളിതാ ഐശ്വര്യമായിട്ട് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ സൈഡ് ഓക്കെയാണ്, അവിടെ ശ്വേത ചേച്ചി ഒക്കെയാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു കുറവ് അവിടെ കാണുന്നുണ്ട്. ഒരു സൈഡില് പിന്നെ സിബിൻ ഉണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് വർത്താനം പറയും. മേളില് രതീഷേട്ടനുണ്ട്. മൈക്ക് എടുത്ത രതീഷേട്ടാ. എനിക്ക് കൂട്ടില്ല. ഏറ്റുമുട്ടാൻ ഒരാളെ ഞാൻ തരട്ടെ. ചേട്ടൻ സിബിൻ ചേട്ടൻ അടുത്ത് ഓടുന്നു. ഇനിയിപ്പോ എന്താ? ഇല്ലില്ല, നമുക്ക് വേറെ ആളെ ഇറക്കാം. ഈ വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ മാനാകാനും മയിലാകാനും പറ്റും. വേണമെങ്കിൽ പരുന്തിനെ പോലെ റാഞ്ചി പിടിക്കാനും പറ്റും. എന്റെ പൊന്നെ, പുലിയാണോ അയാൾ? പുലിയാണോന്ന് ചോദിച്ചാൽ ചിലർക്കിവൻ പുലി, ചിലർക്കിവൻ പൊളി. പക്ഷെ നമുക്ക് പുളിയാകോ പൊളിയാകോ പുലിയാകോ എന്നുള്ളത് നോക്കാം. ലെറ്റ്സ് ഇൻവൈറ്റ് ജിൻഡോ. You are my cunning money, Johnny money, Johnny. Why you won't plenty money? Papa Bharat in the New York life and we are New York boys. ഏയ്, പപ്പയുടെ ബാക്കി സോങ് ഇട്ടേ പറ്റൂ. വാട്ട് ഇസ് ദിസ്? ഞങ്ങൾ പപ്പയും മോളും സോറി പപ്പ. ആ കേട്ടില്ലേ? പപ്പ ഭരണം വേണ്ടപ്പ. പപ്പ എവിടെയായിരുന്നു പപ്പ? പപ്പ ഒരു ടൂറിലായിരുന്നു. പപ്പ ഏത് ടൂറിലായിരുന്നു? എവിടേക്ക് പോയെന്ന് ഓർമ്മയില്ല. ആ, ഓർമ്മയില്ലേ? എവിടെയൊക്കെ പോയെന്ന് ഓർമ്മയില്ല. നിന്റെ ഇവിടെ കർണടിക്കാൻ കൊണ്ടുപോയി. അല്ല, ജിൻഡോ ചേട്ടന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ജിൻഡോ ചേട്ടന് നല്ലൊരു എന്താ പറയുന്നത് ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്രത്തോളം ജിൻഡോ ചേട്ടനെ അറിയില്ലാത്തത്. നല്ല പ്രായമുള്ളതുകൊണ്ട് ഓർമ്മശക്തിയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാവും. എടീ, ആ ന്യൂജൻ പെണ്ണ് കെട്ടാത്ത പയ്യനെ നീ പെണ്ണ് കെട്ടിയിട്ടില്ല. നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നല്ലേ? 15 കിലോ കുറച്ചു. ആര് കുറച്ചു? ഞാൻ. ആണോ? 3 ജിമ്മില്ലേ, ഒരു ജിമ്മിൽ നിന്ന് 5 കിലോ വെച്ച് കുറച്ചാ പോയി. ജിൻഡോ ചേട്ടൻ നമുക്കൊരു ടാസ്ക് കൊടുക്കാം. അതായത് ജിൻഡോ ചേട്ടൻ സ്വന്തമായിട്ട് ജിൻഡോ ചേട്ടൻ 3 കുറ്റങ്ങൾ പറയാ. ഇങ്ങനെ നോക്കി പറയണം. ഇങ്ങനെ. എനിക്ക് സ്വന്തം ഒരു അഭിപ്രായങ്ങളുണ്ട്. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. അതൊരു കുറ്റമായിട്ട് തോന്നുന്നുണ്ടോ? അതൊരു കുറ്റമായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ അത് സ്വന്തമായിട്ട്. പക്ഷെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മാറൂല. ഇനി അടുത്തത് എന്ത് കുറ്റം എന്തെങ്കിലും ഉണ്ടായപ്പോ എനിക്ക് ടൈമിന് എത്താൻ പറ്റാറില്ല, അല്ലെങ്കിൽ ഞാൻ ഉറക്കം ശരിയാവാറില്ല. ഇവിടെ തന്നെ ആ ടൈമിൽ എത്താറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വന്നപ്പോ തന്നെ പാലക്കാടായിരുന്നു. പാലക്കാട് ഇവിടെ വന്ന അവസ്ഥ അറിയാലോ. ശരിയാണോ? ഇനി ഒരെണ്ണം വേണം. വേണം. കിട്ടിയാൽ സന്തോഷമായിരിക്കും. പ്രേക്ഷകരൊക്കെ ഫാൻസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുറ്റം കൂടെ കേൾക്കാൻ. എന്റെയാ സിഗട്ടോലി നിർത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോട്? ചേച്ചിയോട്. പക്ഷെ ഞാൻ എപ്പോ നിർത്താന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും നിർത്തിയിട്ടില്ല. ശരി മോനെ, അടിപൊളിയായിട്ട് നല്ലൊരു കൈ കൊടുക്കോ. അപ്പൊ വെൽക്കം ടു കോമഡി മാസ്റ്റർ ജിൻഡബ. മറന്നിട്ടില്ല അപ്പൊ അതൊന്നും. നമുക്ക് ദേ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. രതീഷേട്ടൻ അവിടെ സങ്കടമായിരുന്നു. ബെസ്റ്റ് കിട്ടിയില്ല. അപ്പൊ ജിൻഡു ചേട്ടാ അവിടെ ഇരുന്നോ? സെറ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്നോ, ധൈര്യമായിട്ടിരുന്നോ. ഹാപ്പി അല്ലേ? ഡബിൾ ഹാപ്പി. റസ്മിൻ, ഞാൻ അടുത്ത റസ്മിൻ ഒരു ടാസ്ക് തരാന്ന് വിചാരിച്ചേ. റസ്മിൻ ആണ് അവിടെ സൈഡിൽ അധികം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും, ഒരു പാവത്തെ പോലെ. പക്ഷെ അങ്ങനെ അല്ല, കിട്ടിയില്ല, അതുകൊണ്ടാ ഇപ്പൊ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ റസ്മിന് കൊടുക്കാണ്. ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ, അതായത് ഞങ്ങളുടെ ആ കൂട്ടത്തിൽ ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഇനി കല്യാണം കഴിക്കാൻ. അത് നമ്മുടെ അഖിലാണ്. അപ്പൊ എപ്പോ വന്നാലും അഖിലിനെ നമ്മൾ ഒന്നെങ്കിൽ ഒരു എന്താ പറയുന്നത് മാട്രിമോണിയൽ കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവാറില്ല. സപ്പോസ് ഇതൊരു മാട്രിമോണിയൽ കോൾ ആന്നിരിക്കട്ടെ. ഓക്കെ, അഖിലിന് മാട്രിമോണിയിൽ നിന്ന് ഒരു കോള് വരികയാണ്. അപ്പൊ ആ കോളർ ഇസ് റസ്മിൻ. ആള് അഖിലാണ് ക്ലയന്റ്. അപ്പൊ അഖിലിനെ കല്യാണം കഴിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. അവൻ പ്രേമിക്കുന്നുണ്ട്, പക്ഷെ അതല്ല, ഇത് മാട്രിമോണിയൽ ത്രൂ ഒരു പെണ്ണ് കെട്ടാൻ വേണ്ടി എത്രത്തോളം പെണ്ണ് സെറ്റ് അതെ, മിസ് കോൾ കൊടുത്താൽ മതി, അപ്പൊ തന്നെ അപ്പൊ ഒരു മാട്രിമോണിയൽ കോൾ ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. ടൂൺ 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 ടൂൺ. ഹലോ ഹലോ, അഖിൽ മച്ചാനല്ലേ?
ആണല്ല. മച്ചാനെ കുറച്ച് സീനുണ്ടല്ലോ. എന്താണ്? മച്ചാനെ ഇത് ഞാന് തമ്മനം മാട്രിമോണിന്നാണ്. തമ്മനത്ത് മാട്രിമോണിയൊക്കെ ഉണ്ടാ? മച്ചാന്റെ ലെവലിന് പറ്റിയൊരു മാട്രിമോണിയാണ്. എന്റെ ലെവലിൽ പറ്റിയ മാട്രിമോണിയാണാ മച്ചാനെ മച്ചാന്റെ അമ്മ കുറച്ച് സീനാക്കിയിട്ടുണ്ട്. എന്റെ അമ്മ? മച്ചാന്റെ അമ്മയാണ് ഈ ഒരു സീന് ഇത്രയും ഡാർക്കാക്കിയിട്ട് മച്ചാൻ വേണ്ടി എന്നോട് സെറ്റാക്കാൻ പറഞ്ഞേ. അമ്മ എന്താ പറഞ്ഞു? മച്ചാൻ ഒരു പെണ്ണ് സെറ്റാക്കണമെന്ന് പറഞ്ഞു. മച്ചാൻ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മ ആണ് ഈ ഒരു എന്നെ കൊണ്ട് ഒരിക്കലുമല്ല, ഒരു സാധ്യതയില്ല. നാട്ടിൽ നിന്ന് കംപ്ലൈന്റ് പോയിട്ടുണ്ടാവും. അതെ, എല്ലാരും സൈൻ ഇട്ടു നാട്ടുകാരൊക്കെ. ഇല്ല, അങ്ങനെ ഞാൻ അങ്ങനെ അല്ല മച്ചാന്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് എങ്ങനെയാ ഒന്ന് വിവരിക്കാമോ? എന്റെ സങ്കല്പത്തിലോ? കോലിന് ഒരു കഴിഞ്ഞ 2 കൊല്ലം മുന്നേ വരെ സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ നഷ്ടപ്പെട്ട് ജസ്റ്റ് ഒരു കളർഫുൾ എന്തായാലും കുഴപ്പമില്ല. മച്ചാൻ ഇങ്ങനെ പെണ്ണ് കെട്ടാണ്ട് നടക്കുന്നുണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ പെണ്ണെട്ടാ നടക്കട്ടോ? അതെ അതെ അതെ. അതിന് സാധ്യത ഇല്ലല്ലോ. നമ്പര് മാറ്റർ. ഓക്കെ, അമ്മയ്ക്ക് ആഗ്രഹം കാണും മരുമോളായിട്ട് തല്ലൂടാ. അയൽക്കൂട്ടത്തിൽ ആള് കുറവെന്ന് പറഞ്ഞു കേട്ടോ, ചുമ്മാ അല്ല. മച്ചാൻ ഇത്രയും സുന്ദരനും സുമുഖനുമായ മച്ചാന് ഞാനൊരു പെണ്ണിനെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. മച്ചാന് ചിലപ്പോ അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോ മച്ചാന്റെ പരിസരത്ത് തന്നെ ഉണ്ട് ഒരു പച്ച കളർ സാരി കൊടുത്ത് അതീവ സുന്ദരിയായിട്ട് മച്ചാന്റെ മുന്നിൽ. അവിടെ അല്ല, നേരെ കുറച്ച് ഇങ്ങോട്ട്. അയ്യോ, അവിടത്തേക്ക് ചേട്ടന് കണ്ണു ഇടേ, ഇത് രാവിലോട്ട് ഇരുന്ന തൈലം വിട്ടോണ്ടിരിക്കണ ഇതാ. ഞാൻ കണ്ടത് തൊട്ട് തൈലം ഇവിടെയാണ്. അല്ല, അത് മച്ചാൻ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവാതിരിക്കാനുള്ള പരിപാടി. എടാ, പെണ്ണിനോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കോ? ആ പെണ്ണിന്റെ ഫോൺ കൊടു. അല്ല മച്ചാനെ, അത് കുറച്ച് റിസ്ക് ആണ്. എനിക്ക് 4000 രൂപ തന്നിട്ടാണ് ഞാൻ ഈ പണി സെറ്റ് ആക്കിയേക്കണേ. 120 രൂപയ്ക്ക് ചാർജ് ചെയ്ത പറഞ്ഞപ്പോ എന്റെ അമ്മേരെ ഇല്ല. 4000 രൂപയ്ക്ക് ബാക്കി പറ. അപ്പോ മച്ചാന്റെ സങ്കല്പങ്ങൾ ഓക്കെ ആണെങ്കിൽ എനിക്ക് ഡീലൊന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലേ ഇത്രയും കഷ്ടപ്പെടണ്ടായിരുന്നു. പെണ്ണുമായിട്ട് സംസാരിക്കണം അല്ലേ? ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. പെണ്ണിന് എന്നിൽ എന്താണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് അറിയില്ലല്ലോ. അഖിലേട്ടനല്ലേ? ഇതാരാ എന്റെ ഇടയ്ക്ക്? ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നേ പറയാവേ. എനിക്ക് അഖിലേട്ടനെ ഇഷ്ടാണ് എന്റെ മാഷേ. 10 മണി കഴിഞ്ഞ് വരുന്ന കോള്. എനിക്ക് അഖിലേട്ടനെ ഇഷ്ടാണ്. ഒറിജിനൽ വരട്ടെ ഏട്ടോ. മറ്റേ ഇത് എല്ലാം കൂടെ അല്ലേ ഇത് അടിപ്പിക്കില്ല. ഞാൻ വിൽക്കുന്ന മറ്റേ കെട്ടികളായി കയറി. അണ്ണാ മാമ മോളെ കൂടുവോ? മാമ നിങ്ങളെ മോളെ മാമ പറയട്ടോ. പോടുന്ന സാധനം. ഹലോ, ആ മോളെടുത്ത ഹലോ അഖിലേട്ടാ. ഓ, എനിക്ക് അഖിലേട്ടന്റെ ഫോട്ടോ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. അത് മാത്രമേ കൊള്ളാവൂ. അപ്പം ഇവരെ മാട്രിമോണി കാര്യം കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ലെറ്റ്സ് ഗോ ഫോർ എ കോഫി. തൈലോണിത്. അല്ലെ, കുട്ടിക്ക് എന്നിൽ എന്താണ് ഇഷ്ടപ്പെട്ടത്? എന്നിൽ ആക്ച്വലി മൊത്തത്തിൽ പറഞ്ഞോ. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഒന്നും ഇല്ലാത്തതാണ് ഇഷ്ടപ്പെട്ടത്. ഒന്നുമില്ലാതെ എടാ, ഇത് എങ്ങോട്ടാണ് പോകുന്നത്? എന്റെ ഭഗവാൻ, അബദ്ധത്തിൽ മനസ്സിലായടാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഫോൺ ചെയ്ത് 10 മിനിറ്റിൽ അത് അങ്ങനെ നടക്കൂല. അല്ല, നീ ഒരു കാര്യം ചെയ്യണം. നീ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റുക, എന്നിട്ട് അവിടെ എ സർട്ടിഫിക്കറ്റ് വെക്കുക.